കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്ധ്യയ്ക്ക് വീട്ടിലെത്തുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെ സുധീഷ് വഴക്ക് പറയുന്നുണ്ട്. കള്ളും കുടിച്ച് ദൈവിക പരിപാടി ഇവിടെ വേണ്ടാന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ, എടാ സ്വർഗത്തിൽ സോമരസം നുകർന്ന ഗന്ധർവന്മാരും ദേവന്മാരും പാർട്ടി വെച്ചിരിക്കുന്നത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. എന്നാ പിന്നെ നിങ്ങളെ ഞാൻ ജീവനോടെ സ്വർഗത്തിലേക്ക് അയക്കാം, മതിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അയ്യോ നീ ആയിട്ട് തന്നെ അയക്കേണ്ടടാ, ഐ ആം ഓൾറെഡി ഇൻ സ്വർഗം, ഡു നോട്ട് ഡു ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് മൈ സൺ, വാട്ട് ഈസ് യുവർ പ്രശ്നം എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ഈ കുടിക്കുന്നത് തന്നെ, അതും വീട്ടിലൊരു പെൺകുട്ടിയുള്ളപ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഇവള് പേടിച്ചിട്ട് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കായിരുന്നു എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുന്ന കേട്ട്, ഞാൻ നിന്നെ പേടിപ്പിച്ചോ മോളെ? ആമൈ, നുണ പറയരുത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കള്ളും കുടിച്ച് ബഹളം വെക്കണം എന്നുണ്ടെങ്കിൽ വല്ല ഷാപ്പിലും പോയിക്കൂടെ? എന്തിനാ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? വീട്ടിൽ വന്ന ഒരാളെ നിങ്ങൾ തന്നെ തുരത്തി ഓടിക്കാന്ന് വിചാരിച്ചിട്ടാണോ? ഇവളിങ്ങോട്ട് വന്നു കയറിയ അന്ന് തുടങ്ങിയതാ നിങ്ങളുടെ ഈ പെർഫോമൻസ്. ഇന്ന് വരെ ഒരു ദിവസം പോലും അതില്ലാതിരുന്നിട്ടുണ്ടോ എന്ന് സുധീഷ് വീണ്ടും വഴക്കു തുടങ്ങുമ്പോഴേക്കും, സുധീഷേ വേണ്ട എന്ന് നിധി തടയുന്നുണ്ട്. ഒന്നാമത് ഇയാളോട് ഇങ്ങനെന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നേ? ഇയാൾ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നേ? ഒരു പെൺകുട്ടി വീട്ടിലുള്ളപ്പോ കള്ളു കുടിക്കരുതെന്ന് പോലും ഇങ്ങർക്കറിഞ്ഞൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഭാസ്കരനും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, നിർത്തടാ, ഞാൻ ഇവളോട് കുടിക്കാൻ പറഞ്ഞോ? ഞാനല്ലേ കുടിച്ചത് എന്ന് പറഞ്ഞ് നിധിയോടായി ഞാൻ നിന്നോട് കുടിക്കാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷൻ ദേഷ്യത്തോടെ, ദേ ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറയുമ്പോഴേക്കും, നീ ആരടാ? അല്ലെങ്കിൽ പിന്നെ നീ അച്ഛാന്നും വിളിച്ച് എന്റെ പിറകെ താലവും കൊണ്ട് നടക്കുകയല്ലേ? ഒന്ന് പോടാപ്പാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഛേ, ഈ സംസാരിക്കുന്ന ഭാഷ കേട്ടില്ലേ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോ, ഡാ തനി മലയാളാടാ, നിന്നേക്കാൾ അക്ഷരശുദ്ധിയുണ്ട് എനിക്ക്, ദിവസവും നാക്ക് വടിക്കും, മനസ്സിലായോടാ? പറഞ്ഞു നോക്കടാ, മസ്തിഷ്ക പ്രക്ഷാളനം, റൈറ്റ് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, ഡാ നികേഷേ, ഞാൻ ഇയാളോട് എന്താടാ പറയേണ്ടതെന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അച്ഛനും പൊട്ടിച്ചിരിച്ചോണ്ട്, തോറ്റടാ, നീ തോറ്റടാ, അതാണ് ഭാസ്കരൻ എന്ന് പറയുമ്പോഴേക്കും, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇവളോടെങ്കിലും ഒന്ന് ഡീസന്റ് ആയിട്ട് നടന്നൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ പിന്നെ ഡീസന്റ് അല്ലേ മോളെ? അല്ലേ എന്ന് നിധിയോടായി ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. എപ്പോ നോക്കിയാലും ഒരു തല്ലിപ്പൊളി പാട്ടും ബീഡിയുടെ വൃത്തികെട്ട നാറ്റവും, അത് ഞങ്ങളുടെ തലയിലെഴുത്താന്ന് കരുതി ഞങ്ങൾ അത് സഹിച്ചോളാം, പക്ഷേ നിധി എന്തിനാ അത് സഹിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും ബീഡിക്ക് തീ കൊളുത്തുന്നുണ്ട്. ഇനിയൊരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് അച്ഛന്റെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുമ്പോഴേക്കും, സുധീഷേ എന്താ ഇത് വേണ്ടാന്ന് പറഞ്ഞ് നിധി അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് നികേഷിനോടായി, നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ചേട്ടനോട് മതിയെന്ന് പറ എന്ന് പറയുന്നുണ്ടവൾ. നികേഷും ദേഷ്യത്തോടെ, ഇങ്ങർക്കിത് വേണമേട്ടത്തി, ഒന്നടങ്ങാൻ ഇത് നല്ലതാ എന്ന് പറയുമ്പോഴേക്കും, പിന്നെ ഈ പിപ്പിലി കേട്ടല്ലേ ഞാൻ അടങ്ങുന്നത്, ഒന്ന് പോടാ പൊടിക്കുപ്പി എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷ് വേണ്ട ദേഷ്യത്തോടെ, നിങ്ങളെയുണ്ടല്ലോ ഞാൻ എന്ന് പറയുമ്പോഴേക്കും, ഏയ് വേണ്ട മതി, നിങ്ങൾ ചെല്ലെന്ന് നിധി പറയുന്നുണ്ട്. ചെല്ല് പോടാ, അച്ചി പറയുന്നത് കേട്ടില്ലേ? വാലി പിടിച്ചോണ്ട് ചെല്ലെന്ന് ഭാസ്കരൻ കളിയാക്കി പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും നിധിയും സുധീഷും നികേഷുമെല്ലാം അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും സാന്ദ്രയുടെ മൊബൈലിലേക്ക് നിധി വിളിക്കുന്നുണ്ട്. സാന്ദ്ര കോൾ എടുക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് നിധിയുടെ ഹലോ ശബ്ദം കേട്ട്, നിധി ഇതാ പുതിയ നമ്പറല്ലേ? ഞാൻ സേവ് ചെയ്തിട്ടില്ല, അതറിഞ്ഞിട്ട് പ്രശ്നമാവണ്ടെന്ന് വെച്ചു എന്ന് സാന്ദ്ര പറയുന്നുണ്ട്. സുഖല്ലേ ഏട്ടത്തിന്ന് നിധി ചോദിക്കുമ്പോൾ, അതേ മോളെന്ന് സാന്ദ്രയും. അച്ഛനെന്ന് നിധി ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ലെന്ന് സാന്ദ്ര. ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, സംസാരിച്ചില്ലെന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ, അത് പിന്നെ അങ്ങനെയല്ലേ നിധി, അവർക്കാർക്കും ഒന്നും മറക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? ഇപ്പോ ആളിവിടില്ല, അതുകൊണ്ടാ ധൈര്യമായി സംസാരിക്കുന്നത് തന്നെ. അവിടെ നിനക്ക് എങ്ങനെയുണ്ട്? നീ ഹാപ്പിയാണോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് നിധി പറയുമ്പോൾ, ആ വീടിനെ പറ്റി അരുണേട്ടൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ശരിക്കും പേടിയാ തോന്നിയത്. 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടില് നീ എങ്ങനെ തനിച്ചു താമസിക്കുന്നു എന്നോർത്തിട്ട് എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാ മനസ്സിലാവാത്തത് എന്ന് സാന്ദ്ര ടെൻഷനോടെ പറയുമ്പോൾ, ഏട്ടത്തി ഇത് ഞാനും ആഗ്രഹിച്ച് നടന്ന കല്യാണമല്ല, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ, ഞാനിവിടെ അധിക ദിവസം ഉണ്ടാവില്ല എന്ന് നിധി പറയുന്നത് കേൾക്കെ, എന്ത് പറ്റി മോളെ? പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നും അല്ല ഏട്ടത്തി, ഇവിടെയുള്ളവരൊക്കെ പാവങ്ങളാ, പക്ഷേ ഞാൻ ഇവിടെ കംഫർട്ടബിൾ അല്ല എന്ന് നിധി പറയുമ്പോൾ, എന്തു പറ്റി മോളെ എന്ന് സാന്ദ്രയും. അതൊക്കെ ഞാൻ പിന്നെ പറയാം, എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി കണ്ടെത്തണം, അതിനെനിക്ക് ഏട്ടത്തിയുടെ ഹെൽപ്പ് വേണം എന്ന് നിധി പറയുന്നുണ്ട്. എന്റെയോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, അതെ ഏട്ടത്തി, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സും ആധാർ കാർഡും പാൻ കാർഡും വേണം, ജോലിക്ക് പോകുമ്പോൾ അത് കാണിക്കണ്ടേ? ഒരു ജോലി കിട്ടിയാ ഞാൻ ഇവിടം വിടും എന്ന് നിധി പറയുന്നത് കേൾക്ക് അമ്പരപ്പോടെ, അവിടുന്ന് പോവേ എവിടേക്കെന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ വാങ്ങണമെന്ന്
നിധി പറയുമ്പോ നീ എന്താ ഈ പറയുന്നത് മോളെ? കല്യാണം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കേ, അപ്പോൾ സുധീഷോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം, എനിക്ക് അർജന്റായി സർട്ടിഫിക്കറ്റ് വേണം ഏട്ടത്തി, അതൊന്ന് എനിക്ക് എടുത്തു തരാൻ പറ്റുമോ പ്ലീസ്? എനിക്ക് വേറെ ആരോടും പറയാനില്ലാത്തോണ്ടാ, അത് കിട്ടിയാ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറ്റും പ്ലീസ് എന്ന് നിധി പറയുമ്പോ ഞാൻ നോക്കട്ടെ എന്ന് സാന്ദ്രയും. നോക്കിയാ പോരാ, അതെല്ലാം എടുത്തിട്ട് എന്നെ വിളിച്ചാ മതി, എവിടെ വന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയാമെന്ന് നിധി പറയുമ്പോ ശരി ഞാൻ വിളിക്കാമെന്ന് സാന്ദ്രയും. താങ്ക് യു ഏട്ടത്തി എന്ന് പറഞ്ഞ് നിധിയും കോൾ വെക്കുന്നുണ്ട്. അവിടെ നികേഷും ഹരീഷും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. നികേഷ് ഹരീഷിനെ തന്റെ മൊബൈൽ കാണിച്ചോണ്ട് ഈ കുട്ടിക്ക് എത്ര ഫോളോവേഴ്സ് ആണെന്നറിയോ എന്ന് ചോദിക്കുമ്പോ ഈ റീൽസ് ഒക്കെ കാണാൻ നിന്നെ പോലുള്ള മണ്ടന്മാരുണ്ടല്ലോ എന്ന് ഹരീഷും. എന്നിട്ട് ഹരീഷേട്ടൻ കാണുന്നതോ ഏതൊക്കെ അക്കൗണ്ട് സ്ഥിരം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ലച്ചൂസിന്റെ അക്കൗണ്ട് ഒരുപാട് അങ്ങ് ഫോളോ ചെയ്യാൻ നിൽക്കണ്ട, അവളെ ആ ജിഷ്ണു കെട്ടിയെന്ന് നികേഷ് പറയുന്നുണ്ട്. അമ്പരപ്പോടെ ഏത് ജിഷ്ണു എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഈ പെൺകുട്ടികളുടെ ലിസ്റ്റ് മാത്രമല്ല വല്ലപ്പോഴുമൊക്കെ ആൺപിള്ളേരെയും നോക്കണമെന്ന് നികേഷ് പറയുമ്പോ പോടാന്ന് ഹരീഷും. അപ്പോഴാണ് ആരെയോ കോൾ ചെയ്ത് അവസാനിപ്പിച്ചോണ്ട് സുധീഷ് അങ്ങോട്ട് വന്ന് എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നത്. ഏയ് ഒന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോ സുഭാഷ് അങ്ങോട്ട് വന്ന് സുധീഷേ നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സുഭാഷ് സുധീഷിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഞാൻ രാവിലെ നിന്നെ 2 തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതെയോ വിളിച്ചായിരുന്നോ, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എന്ന് സുധീഷും. ഡാ നീ കാണില്ലടാ. കാണില്ല, എനിക്കറിയാം, രാവിലെ അവൾ എന്നോട് വന്ന് ജോലി ചോദിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ നിന്നവനല്ലേടാ നീ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുമ്പോ ജോലി ചോദിച്ചോ എപ്പോ എന്ന് സുധീഷും. അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കേ ഹാളിൽ നിലത്തിരിക്കുകയായിരുന്ന നികേഷ് ഹരീഷിനോടായി ആ ബഹളം കേട്ട് എന്തായതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ആരെങ്കിലും പരിചയമുണ്ടോ, ഞാൻ ആരോട് പോയി ചോദിക്കും എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് നീ എന്തിനാടാ എന്നെ കൂടി കൊണ്ടുചെന്ന് പെടുത്താൻ നോക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേൾക്കെ സുധീഷ് ഏട്ടൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്, എന്താ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷും ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷ് സുധീഷിനോടായി പറയുന്നുണ്ട്, എടാ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്ത് ശീലമില്ല, അറിയാലോ നിനക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വന്നത് കണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, ഇത് ഞാനും ചേട്ടനും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടാ എന്താ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാന്ന് പറഞ്ഞ് സുധീഷ് പറഞ്ഞൊഴിയാൻ നോക്കുമ്പോഴേക്കും എടാ നീ പറ ഹരീഷേ, ആ നിധി എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാ, ആ കുട്ടിയോട് എനിക്ക് മേസ്തിരി പണിയാണെന്ന് പറയാതെ ഞാൻ സൂപ്പർവൈസറാണ്, ഒരുപാട് കമ്പനികളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുക ഇവൻ എന്ന് സുഭാഷ് പറയുമ്പോ എന്തിനാ സൂപ്പർവൈസറാന്ന് പറഞ്ഞേ, ആർക്കിടെക്റ്റ് ആണെന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് ഹരീഷും. സുധീഷും ചിരിയോടെ അത് പിന്നെ ആദ്യം ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്, പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ അവൾ വിശ്വസിക്കില്ല എന്ന് കരുതി ഞാൻ മാറ്റി പറഞ്ഞതാണെന്ന് സുധീഷും. ഇക്കാര്യത്തിൽ മാത്രം ഒരു കുറവും സുധീഷ് ഏട്ടൻ ഇല്ല അല്ലേ, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും നുണ പറയാൻ ഒരു പ്രയാസവുമില്ല, എന്ത് വേണമെങ്കിലും പറയും, അതൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് ഹരീഷ് പറയുമ്പോ ആടാ ഞാൻ അങ്ങനെയാ, നീ പിന്നെ വലിയ മഹാത്മാവാണല്ലോ, ഒന്നും മിണ്ടാതെ പോടാന്ന് സുധീഷ് ഹരീഷിനോടായി പറയുന്നു. പക്ഷപ്പോഴേക്കും പറയുന്നുണ്ട്, എടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ടാ അവള് പറഞ്ഞേക്കുന്നേന്ന്. അത് കേട്ടിട്ട് ഇവനെന്താ പറഞ്ഞെന്നറിയോ, സുഭാഷേട്ടൻ അതൊക്കെ എളുപ്പാണെന്ന്. ഇനി ആ കുട്ടി ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും, ഞാൻ സൂപ്പർവൈസർ അല്ലെന്ന് പറയണോ, അതോ ജോലി വാങ്ങിത്തരാന്ന് പറയണോ, അതോ ഞാൻ സൂപ്പർവൈസറാണ് നിനക്ക് ജോലി വാങ്ങിത്തരാൻ പറ്റില്ലെന്ന് പറയണോ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാൽ മതി ചേട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതേടാ നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു വെക്കാം, ഞാൻ അതിനൊക്കെ ഒഴിവ് കഴിവുകൾ കണ്ടെത്തണം അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടാ ഇങ്ങരുടെ കൂടെ നിന്നിട്ട് സുഭാഷേട്ടൻ നുണ പറയാൻ നിൽക്കണ്ട കേട്ടോ, കാര്യങ്ങൾ തുറന്നു പറയുന്നതാ നല്ലത്. ഏട്ടത്തി സുധീഷേട്ടനെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, പക്ഷേ നമ്മൾ കള്ളന്മാരാണെന്ന് പറയിക്കണ്ട എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് കള്ളന്മാരോ, അത് ശരി, നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ നാണം കെടണം എന്നേ ഉള്ളൂ അല്ലേ, എന്റെ കല്യാണ ജീവിതം നശിച്ച് കുട്ടിച്ചോറാവണം അല്ലേ, അപ്പൊ നീ ഹാപ്പി ആവുമല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് സുധീഷും. നികേഷ് അവരെ തടഞ്ഞോണ്ട് വർത്താനം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്, ഏട്ടത്തി മുറിയിലുണ്ട് എന്ന് പറയുമ്പോൾ സുധീഷ് സുഭാഷേട്ടാ ഇവൻ പറയുന്നത് കേട്ട് സുഭാഷേട്ടൻ ഒന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട, ഇവനെ എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിക്കണമെന്ന വിചാരം മാത്രമേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ അതിനെ ഞങ്ങൾ വേണ്ട, ഇയാൾ പറയണ നുണ തന്നെ ധാരാളം മതി, എന്ത് ചോദിച്ചാലും ആദ്യം നുണയെ പറയൂന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള വാശിയല്ലേ, അല്ല ഞങ്ങളെപ്പറ്റി ഇനി എന്തൊക്കെ നുണയാ പറഞ്ഞു വെച്ചേക്കുന്നേ, ഞാൻ കളക്ടറാണ്, ഈ നികേഷ് MBBS പഠിക്കാന്നൊക്കെയാണോ, തുറന്നു പറ എന്ന് ഹരീഷ് പറയുമ്പോ അയ്യോ അങ്ങനെയൊന്നുമല്ലെന്ന് പതർച്ചയോടെ സുധീഷ് പറയുന്നുണ്ട്. സുഭാഷും സംശയത്തോടെ സത്യം പറ, അങ്ങനെ എന്തേലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇല്ലേട്ടാ, ഞാൻ ചേട്ടനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. ചേട്ടാ വിശ്വസിക്കല്ലേ,
ഉറപ്പായും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഏട്ടത്തി സുഭാഷ് ഏട്ടനോട് സംസാരിച്ച പോലെ ഞങ്ങളോടും സംസാരിക്കുമ്പോഴേ അത് മനസ്സിലാവൂ എന്ന് ഹരീഷ് പറയുമ്പോൾ, പിന്നെ നീ വലിയ മഹാനൊന്നും ആവണ്ട കേട്ടോ, അടിച്ച് ശരിപ്പെടുത്തും ഞാനെന്ന് സുധീഷും. എന്ന് അടിക്കെന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കു കൂടുമ്പോഴേക്കും സുഭാഷ് അവരെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ, എപ്പോ നോക്കിയാലും വഴക്ക്. ഇത് കണ്ടാ മതി, ഏട്ടത്തി ഇപ്പൊ തന്നെ ഈ വീട് വിട്ടിറങ്ങിപ്പോവും. ഈ വീടായതേ ഏട്ടത്തി വന്നപ്പോഴാ. നിങ്ങളൊക്കെ കൂടി ഇത് പഴയ തൊഴുത്താക്കി മാറ്റുമോ? അതേ, അതൊരു പാവം ചേച്ചിയാ, അതിനോടെന്തിനാ ഇമാതിരി നുണയൊക്കെ പറയാൻ പോയത് ചേട്ടാ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലടാ, സത്യം എന്ന് നികേഷിനോടായി പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിനോടായി, ദേ സുഭാഷ് ഏട്ടാ, ഇനി അവള് സുഭാഷ് ഏട്ടനോട് ജോലിയൊന്നും ചോദിക്കില്ല, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ അവസരത്തിൽ ഞാൻ അറിയാതെ അവളോടൊരു ചെറിയ നുണ പറഞ്ഞുപോയി എന്ന് കരുതി എല്ലാരും കൂടി എന്നെ ഇങ്ങനെ കുരിശിൽ കയറ്റുന്നത് എന്തിനാ? അതൊന്നും ശരിയല്ല കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ എന്നും പറഞ്ഞ് സുധീഷ് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇയാൾ എന്തിതെന്ന് ഹരീഷും ടെൻഷനോടെ സുഭാഷിനോടും നികേഷിനോടുമായി പറയുന്നുണ്ട്. അവിടെ നിധിയുടെ അമ്മ അടുക്കളയിൽ ഗ്യാസിൽ എന്തോ വെച്ച് ആലോചനയോടെ നിൽക്കുമ്പോഴാണ് സാന്ദ്ര അങ്ങോട്ടെത്തി അമ്മ എന്താ ഈ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആലോചനയിൽ നിന്നുണർന്ന ഹേമ, എനിക്ക് ആലോചിക്കാൻ വേറെ എന്താ ഉള്ളത് സാന്ദ്രേ? ഓർക്കരുതെന്ന് വിചാരിച്ചാലും ഓർമ്മ വരാതിരിക്കോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കുമ്പോ, അവൾ എപ്പോഴും മൂളി നടക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോ നെഞ്ച് പൊള്ളിപ്പോകുന്ന പോലെ തോന്നുക. ഇടയ്ക്ക് തോന്നും അവളെ ഒന്ന് ഫോണിൽ വിളിച്ചാലൊന്ന്. പിന്നെ രാജീവേട്ടനെ ഓർക്കുമ്പോ വേണ്ടെന്ന് തോന്നും. അവള് കാരണമാണല്ലോ രാജീവേട്ടൻ ജീവൻ എടുക്കാൻ ഒടുങ്ങിയതെന്ന് ഓർക്കുമ്പോ ഇനി ഒരിക്കലും അവളെ കാണണ്ടെന്ന് തോന്നിപ്പോവും എന്ന് ഹേമ സങ്കടത്തോടെ നിധിയെക്കുറിച്ച് പറയുമ്പോൾ, നിധി ഇന്നെന്നെ ഫോണിൽ വിളിച്ചിരുന്നു സാന്ദ്രയും. വിളിച്ചിരുന്നെന്നോ? എന്നിട്ട് എന്താ അവള് പറഞ്ഞേ? അവൾക്ക് സുഖം തന്നെയാണോ? ആ വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്ക് പേടി തോന്നാറുണ്ട് മോളെ. എന്താ അവള് പറഞ്ഞേ? അവൾക്കവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഹേമ ടെൻഷനോടെ ചോദിക്കുമ്പോൾ, കുഴപ്പമുണ്ടെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അധികകാലം അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അപ്പോ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം എന്ന് ഹേമ ചോദിക്കുമ്പോൾ, അവൾ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടത്രേ. ജോലി കിട്ടിയ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് പറഞ്ഞു എന്ന് സാന്ദ്ര പറയുമ്പോൾ, ആ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് അവൾ എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നേ? അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം? അരുൺ പറഞ്ഞത് നീയും കേട്ടതല്ലേ? 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് അവൾ എങ്ങനെ കഴിയും മോളെ? എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടാവും, അതാ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഹേമ ടെൻഷനോടെ പറയുമ്പോൾ, ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. പക്ഷേ അവളൊന്നും വിട്ടു പറയുന്നില്ല. അവൾക്ക് അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമത്രേ. സർട്ടിഫിക്കറ്റും ID പ്രൂഫും കിട്ടിയ അവൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്ന്. ജോലി കിട്ടിയ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് മാറുമെന്നാ അവൾ പറഞ്ഞത്. ഓർക്കുമ്പോ പാവം തോന്നുക അമ്മേ. നമുക്ക് അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്താലോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും പുറത്ത് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നുണ്ട്. രാജീവേട്ടനും അരുണും വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഹേമയും സാന്ദ്രയും കൂടി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് വെള്ളമെടുക്ക് കുടിക്കാനെന്ന് രാജീവ് പറയുന്നുണ്ട്. രാജീവും അരുണും കൂടി അങ്ങോട്ടിരുന്നുണ്ട്. അരുൺ, നാളെ ക്ലയൻസിന്റെ മീറ്റിങ്ങിന് നീ പോയാൽ മതി, ഞാൻ വരുന്നില്ലെന്ന് രാജീവ് അരുണിനോടായി പറയുന്നുണ്ട്. ഇതിപ്പോ എത്ര തവണയാച്ചാ സ്കിപ്പിംഗ് എന്നറിയോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ, അടുത്ത തവണ നോക്കാമെന്ന് രാജീവും. ഹേമ അപ്പോഴേക്കും രാജീവിന് വെള്ളമായി വരുമ്പോഴേക്കും സാന്ദ്രയും അവളുടെ പുറകെ അങ്ങോട്ടെത്തുന്നുണ്ട്. രാജീവ് വെള്ളം വാങ്ങി കുടിക്കുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, നമ്മുടെ നിധി സാന്ദ്രയെ വിളിച്ചിരുന്നു അത്രേ. അത് കേൾക്കെ അരുൺ ദേഷ്യത്തോടെ സാന്ദ്രയെ നോക്കുമ്പോഴേക്കും ആ വീട്ടിലെ കഴിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത്രേ. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവൾ അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറാൻ പോവത്രേ. അങ്ങനെ മാറണമെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം. 5 ആണുങ്ങളുടെ ഇടയിൽ അവൾക്കവിടെ കഴിയാൻ പാടായിരിക്കും. കാര്യം എന്തൊക്കെയാണെങ്കിലും അവൾക്കവിടെ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ നമുക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ദേഷ്യമൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം, അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം എന്ന് ഹേമ പറയുമ്പോ അരുണും ദേഷ്യത്തോടെ, നീ എന്തിനാടി ഇപ്പോ അവളുടെ ഫോൺ എടുക്കാൻ പോയത്? അവളോട് മിണ്ടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് സാന്ദ്രയോടായി ഒച്ച വെക്കുന്നുണ്ട്. ഇപ്പോ അതാണോ അരുൺ വിഷയം? അവള് സംസാരിച്ചത് കൊണ്ടല്ലേ നിന്റെ അനിയത്തി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അറിഞ്ഞത് എന്ന് അരുണിനോടായി പറഞ്ഞോണ്ട്, എന്തായാലും നമുക്കവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അവളെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ അവളെ തല്ലുകയോ കൊല്ലുകയോ എന്തു വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ഇനി അവളെ അവിടെ നിർത്താൻ പാടില്ല എന്ന് ഹേമ രാജീവിനോടായി പറയുമ്പോഴേക്കും രാജീവും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, എന്നാ പിന്നെ നീയും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. എന്താ? അവളുടെ വല്ലാത്തൊരു പുത്രി സ്നേഹം. അന്ന് രാത്രി തെരുവ് തോറും പട്ടിയെ പോലെ അലഞ്ഞു നടന്നത് ഞാനാ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ കാല് പിടിക്കും പോലെ കെഞ്ചിയതും ഞാനാ. എന്നിട്ടും അവള് കേട്ടില്ല. പകരം ആ ഡ്രൈവറുടെ കയ്യും പിടിച്ച് എന്റെ മുന്നിൽ വെച്ചാ അവൻ അവളുടെ കഴുത്തില്. എന്റെ ഉള്ള് എന്തുമാത്രം പിഴഞ്ഞു എന്ന് നിനക്കറിയോ? ഇപ്പൊ അവള് കഷ്ടപ്പെടാത്രേ. അവളെ കൂട്ടിക്കൊണ്ടു വരണം പോലും. അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാ അവളുടെ കാല് പിടിച്ച് ഞാൻ കെഞ്ചിയത്. അവള് കേട്ടോ? ഇല്ലല്ലോ എന്ന് രാജീവ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് ശരിയാ, തെറ്റ് അവളുടെ ഭാഗത്ത് തന്നെയാ, ഞാൻ സമ്മതിച്ചു. എന്ന് വെച്ച് പോയ പോലെ പോട്ടെ എന്ന് നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ഹേമ ചോദിക്കുമ്പോഴേക്കും, ഹേമേ
മതി എന്ന് പറഞ്ഞ് രാജീവ് അവളെ തടയുന്നുണ്ട്. ഇനി ഈ വിഷയം ഇവിടെ മിണ്ടിപ്പോവരുത്. അവൾ ഈ വീട്ടിലേക്ക് കയറുന്ന പ്രശ്നമേ ഇല്ല. ഇതെന്റെ തീരുമാനമാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാജീവ് അവിടെ നിന്ന് നടന്ന് നീങ്ങുമ്പോഴേക്കും അരുണും അച്ഛന്റെ പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും സാന്ദ്ര ഹേമയോടായി പറയുന്നുണ്ട്, അച്ഛൻ സമ്മതിക്കില്ലെന്ന് അറിഞ്ഞൂടെ അമ്മേ? അരുണിനെ പോലെ അവളെയും ഞാൻ പ്രസവിച്ചു തന്നെയല്ലേ? ആ വീട്ടിൽ കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് ഹേമയും ആദിയോടെ ചോദിക്കുന്നുണ്ട്. അവിടെ സുധീഷ് ഡൈനിങ് ഹാളിലെ കണ്ണടയിൽ നോക്കി മുടി ചീക്കുമ്പോൾ അവിടെ ചാർജ് ചെയ്തു വെച്ച സുഭാഷിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജിന്റെ ശബ്ദം കേട്ട് സുഭാഷ് അകത്തുനിന്ന് വന്ന് അത് നോക്കുമ്പോഴേക്കും ഓട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചത് കണ്ട് അങ്ങോട്ട് വന്ന് നിധിയോടായി മോളാണോ വിളക്ക് കൊളുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, ഇന്ന് 38 വെള്ളിയാഴ്ചയല്ലേ, രാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തി എന്ന് നിധി പറയുന്നത് കേട്ട് ചിരിയോടെ ഹോ എന്തൊരു ഭക്തിയുള്ള കുട്ടി എന്ന് സുധീഷ് മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോഴാണ് സുനന്ദ അടുക്കള വാതിൽ വഴി അങ്ങോട്ടെത്തി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നത്. ആ നീയോ? നിന്നെ കുറച്ചു ദിവസമായിട്ട് കാണാനില്ലല്ലോ, വാ എന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കുമ്പോഴേക്കും സുനന്ദയും അവരുടെ അരികിലേക്കായി വന്ന് വീട്ടിൽ നല്ല തിരക്കായിരുന്നു അതാ എന്ന് പറയുന്നുണ്ട്. കല്യാണ പെണ്ണ് വീടുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയോ എന്ന് സുനന്ദ സുഭാഷിനോടായി ചോദിക്കുമ്പോൾ നിധിയും ടെൻഷനോടെ സുഭാഷിനെ ഒരു നിമിഷം നോക്കുന്ന കണ്ട് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് റിസപ്ഷന് സാരി ഉടുപ്പിക്കാനും മേക്കപ്പ് ഇടാനും വന്നത് ഞാനാ, അന്ന് ചീത്ത പറഞ്ഞ് ഓടിച്ചു എന്ന് സുനന്ദ പറയുന്നുണ്ട്. സോറി, ഞാനന്ന് വേറെ മൂഡിലായിരുന്നു എന്ന് നിധി പറയുമ്പോൾ അതൊന്നും സാരമില്ലെന്ന് സുനന്ദയും. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, അന്നേ നിധിയുടെ അച്ഛന് നല്ല സുഖമില്ലായിരുന്നു, നിധി ആ ടെൻഷനിലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ റിസപ്ഷൻ കൂടി പ്ലാൻ ചെയ്തപ്പോൾ ആ ടെൻഷൻ കൂടി, അതാ അങ്ങനെ പറഞ്ഞത് എന്ന് സുഭാഷ് പറയുമ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സുഭാഷ് ഏട്ടാ, എനിക്ക് വിഷമായിട്ടൊന്നുമില്ലെന്ന് സുനന്ദയും പറയുന്നുണ്ട്. അപ്പോഴാണ് സാമ്പാറിന്റെ മണമടിച്ച് സാമ്പാറിന്റെ മണം വരുന്നുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് സുനന്ദ അടുക്കളയിലോട്ടായി പോകുമ്പോഴേക്കും സുഭാഷും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അവൾ സുഭാഷി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പാർ എടുത്ത് രുചിച്ചു നോക്കിക്കൊണ്ട് എന്താ ടേസ്റ്റ്, എന്റെ അമ്മ പോലും ഇങ്ങനെ പാകം ചെയ്യില്ലെന്ന് പറയുമ്പോൾ ശരി നിക്ക്, ഞാൻ കുറച്ച് തന്നയക്കാം എന്ന് പറഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കാൻ തുടങ്ങുന്നുണ്ട്. ആ കാഴ്ച നോക്കി നിൽക്കുന്ന നിധിയോടായി സുധീഷ് പറയുന്നുണ്ട്, അച്ഛന്റെ അനിയത്തിയുണ്ട് ലളിതമായി, അവരുടെ മകളാ, അവര് തമ്മിൽ സംസാരിക്കാറൊന്നുമില്ല, ഈ സ്വത്ത് തർക്കം, പക്ഷേ ഇവളൊരു പാവ, ഇടയ്ക്കിടയ്ക്ക് പിൻവാതിൽ വഴി വീട്ടിലേക്ക് കയറി വരും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അതെന്താന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് ഈ സുനന്ദയ്ക്ക് ഈ സുഭാഷ് ഏട്ടനോട് ഒരിത് നോക്കിക്കോ, ഇനി കുറച്ച് പ്രണയ സല്ലാപവും സുനന്ദയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, വാ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെയും കൂട്ടി അടുക്കള വാതിൽക്കിലേക്ക് വന്ന് ചിരിയോടെ അവരെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. സുഭാഷ് ഒരു ചെറിയ പാത്രത്തിലേക്ക് കറി വിളമ്പുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ, ഇത് പുതിയ ടീഷർട്ടാണോ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ഏയ് ഇത് കുറെ നാളായല്ലോ എന്ന് സുഭാഷും. ഞാൻ കണ്ടിട്ടില്ലല്ലോ, പുതിയതുപോലെ ഇരിക്കുന്നു എന്ന് സുനന്ദ പറയുമ്പോൾ പഴയതാണെന്നേ എന്ന് സുഭാഷും. പക്ഷെ ഒന്നുണ്ട്, സുഭാഷ് ഏട്ടനെ ഏതിട്ടാലും എത്ര പഴയതും പുതിയതുപോലെ ഇരിക്കും എന്ന് സുനന്ദ പറയുന്നതുകൾക്ക് കേട്ടില്ലേ, ഡയലോഗ് എന്നും ഇങ്ങനെയാ. പിൻവാതിലിലൂടെ വന്ന് സുഭാഷ് ഏട്ടനോട് സംസാരിച്ചിട്ട് അങ്ങ് പോവും. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് സുനന്ദയ്ക്ക് ഒരു പങ്കും കൊടുത്തുവിടും. സുധീഷ് നിധിയോടായി പറയുമ്പോഴേക്കും ഇവര് ലവ്വാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലോ മാതിരിയുള്ളതാ എന്ന് പറഞ്ഞ് ചിരിയോടെ സുഭാഷിനെയും സുനന്ദയെയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന നിധിയെയും സുധീഷിനെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.